കരുനാഗപ്പള്ളി ജിം സന്തോഷ് കൊലപാതക കേസിലെ മുഖ്യപ്രതി അലുവ അതുലിനെ വെട്ടി കൊലപ്പെടുത്തിയ സ്ഥലത്ത് നമ്മുടെ പ്രതിനിധി രാഹുൽ ജി നാഥ് എത്തിയിട്ടുണ്ട്. രാഹുൽ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കാഴ്ച തന്നെയാണ് ഏറ്റവും ഭയാനകമാകുന്നത്. കാരണം എത്രമാത്രം തിരക്കുള്ള റോഡാണെന്ന് നോക്കുക. ആ റോഡിൻ്റെ ഒരു വശത്ത് ഈ അലുവ അതുൽ സഞ്ചരിച്ച വാഹനം നമുക്ക് കാണാം. അതായത് ഈ വാഹനം ഇത്ര താഴ്ചയിലേക്കാണ് ഇടിച്ച് മറിഞ്ഞ് താഴേക്ക് പോയത്. ഇവിടെ ഈ റോഡിലേക്ക് വെച്ചിരിക്കുന്ന ഈ ഡിവൈഡറുകൾ പോലെയുള്ള സാധനങ്ങളും കാണാം. അത് ഇടിച്ചാണ്, അതായത് ഇടിച്ച് താഴേക്ക് ഇടുകയായിരുന്നു. ഈ വടിവാള് കൊണ്ട് വാഹനം അടിച്ച് തകർക്കാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട്. ചില്ല് അകത്തേക്ക് പൊട്ടി വീണിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വ്യക്തമാണ്. അതായത് വല്ലാത്തൊരു വീഴ്ചയിലേക്കാണ് വാഹനം ആദ്യം വീണത്. എന്നിട്ട് ഇവിടെ നിന്ന് ആ വാഹനത്തിൻ്റെ ഡോറിലൊക്കെ ആ പരിക്ക് കാണാം. ഇടിയുടെ ആഘാതത്തിൽ മുൻവശം തകർന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനീ നിൽക്കുന്ന ഈ റോഡിൻ്റെ ഈ വശത്ത് തൊട്ടപ്പുറത്തേക്ക് ഇറങ്ങിയാൽ താഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഞാനീ നിൽക്കുന്ന റോഡിൻ്റെ ഈ വശത്തേക്ക് ഇറങ്ങി നിന്നുകൊണ്ടാണ് അവർ ഈ ജനാലയൊക്കെ തല്ലി തകർത്തിരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു സഞ്ചരിച്ച സമയത്ത് മുഴുവൻ ഗ്ലാസും ഇട്ടിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഇവർ ഈ ഗ്ലാസിനകത്ത് ആദ്യം ആക്രമണം നടത്താൻ ശ്രമിച്ചത്. KL 23W8666 എന്ന കാറിലാണ് അലുവ അതുൽ സഞ്ചരിച്ചിരുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ റോഡിലേക്ക് വരുന്നു. ആ റോഡിൻ്റെ തിരക്ക് എന്ന് പറയുന്നത് വലിയ തിരക്കാണ്. ഇപ്പോൾ നമുക്ക് കാണാം തൊട്ടിപ്പുറത്ത് ഈ നിർമ്മാണം നടക്കുകയാണ്. ദേശീയപാതയുടെ ആ ഭാഗത്തേക്ക് വണ്ടി ഇടിച്ചു നിൽക്കുകയാണ്. ഇടിച്ചു നിന്ന ശേഷം പ്രതികൾ ഇത്രമാത്രം താഴ്ചയിലേക്കാണ് അവരുടെ വാഹനം തൊട്ടിപ്പുറത്ത് റോഡിലേക്ക്. ഇപ്പോൾ ഈ ബസ് കടന്നു പോകുന്ന ഈ ഭാഗത്ത്, ഇപ്പോൾ ഈ KSRTC ബസ് കടന്നു പോകുന്ന ഈ ഭാഗത്ത് വലിയ വീതി കുറവാണ്. അവിടേക്ക് അവർ സഞ്ചരിച്ചു വന്ന ഹരിയാന രജിസ്ട്രേഷനുള്ള കാർ ഇവിടെ ഇടുന്നു. അവിടെ നിന്ന് പ്രതികൾ സംഘമായി ചാടി ഇറങ്ങിയ ഈ വാഹനം ഇടിച്ചുള്ള ആഘാതത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. ചാടി ഇറങ്ങിയ ശേഷം നമ്മൾ ഈ കാണുന്ന ഡ്രൈവറിൻ്റെ ഏറ്റവും ഇപ്പുറത്തിരിക്കുന്ന ആ ജനാലയിൽ ആക്രമിക്കുന്നത് കാണാം. തൊട്ടിപ്പുറത്തേക്ക് പിന്നെ കടന്നു പോകുന്നു. അങ്ങനെ കടന്നുപോയ ശേഷം ആ വാഹനത്തിൽ നിന്ന് ഡ്രൈവിംഗ് സീറ്റിലാണെന്ന് മനസ്സിലാക്കുന്നു. അവിടെ നിന്ന് പുറത്തേക്ക് മാത്രമായിരുന്നോ വാഹനത്തിൽ ഉണ്ടായിരുന്നത് രാഹുൽ? രണ്ടുപേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. കാരണം നമുക്ക് ആദ്യഘട്ടത്തിൽ ഈ പ്രതികൾ എത്തിയ ശേഷം ഈ ഡ്രൈവറിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് ആളെത്തി വലിയ ആക്രമണം അഴിച്ചുവിടുന്നത് നമുക്ക് കാണാം. പിന്നീടാണ് അതുൽ എവിടെയാണെന്ന് ഈ പ്രതികൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അതുൽ എവിടെയാണെന്ന് മനസ്സിലാക്കി പ്രതികൾ അപ്പുറത്തെ വശത്തേക്ക്, അതായത് ഡ്രൈവിംഗ് ചെയ്യുന്ന ആളുകൾ, അതായത് ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു. അവിടുത്തെ ഡോർ തുറക്കുന്നു. ഡോർ തുറന്ന ശേഷം ഇവിടെ ഈ കാണുന്ന ഭാഗത്തേക്ക്, അതായത് ഡോർ തുറന്ന് വലിച്ച് താഴേക്ക് ഇടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന്. കാരണം ആ ഡോർ തുറക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ഒരു സ്പേസ് അവിടെയുണ്ട്. അവിടെ നിന്ന് വലിച്ച് താഴേക്കിട്ട ശേഷം തൊട്ട് താഴെ ഈ വാഹനത്തിൻ്റെ ഭാഗങ്ങൾ കിടക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് മാരകമായി സംഘം ചേർന്ന് ഇത്തരത്തിൽ വെട്ടിപ്പരിക്കേൽപ്പിക്കുമ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇത്രയധികം താഴ്ച ചാടി ഇറങ്ങിയ ശേഷം അത് തിരികെ കയറുന്നു. വാഹനം ഏതാണ്ട് ഇവിടെ ഒരു 5 മിനിറ്റിലധികം സമയം പോലും നിർത്തിയിട്ടില്ല എന്നാണ് CCTV ദൃശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രമാത്രം ആസൂത്രിതമായി കൃത്യമായി ഇവിടെ വെച്ച് തന്നെ വണ്ടി ഇടിപ്പിച്ച് അകത്തേക്ക് വീഴുന്നു. കാരണം വണ്ടി ഇടിച്ച എന്തിനാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ സിമെന്റിനോട് നിർമ്മിച്ച ഈ ഭാഗത്താണ് ഇടിക്കുന്നത്. അതുൾപ്പെടെ താഴേക്ക് പോയിട്ടുണ്ട്, അത് പൊടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ വളരെ ആസൂത്രിതമായി ഈ ഭാഗത്ത് വെച്ച് തന്നെ വാഹനം ഇടിപ്പിക്കുന്നു, അത് താഴേക്ക് ഇറക്കുന്നു. ഇവർ കയറാനും ശ്രമം, ഈ ഡോർ തുറന്നിരിക്കുകയാണ്, കയറാനും ശ്രമം നടത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ആദ്യം ഈ വശത്തേക്ക് വരുന്നു, അതുൽ എവിടെയാണെന്ന് ഈ പ്രതികൾ കൃത്യമായി മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കിയ ശേഷം ആക്രമണം ഡ്രൈവിംഗ് സീറ്റിന്റെ ഭാഗത്തേക്ക് ആക്രമണം അഴിച്ചുവിടുന്നു. ആൾക്ക് ഏതെങ്കിലും തരത്തിൽ പരിക്കേറ്റോ? എന്തായാലും പോലീസ് നൽകിയ വിവരമനുസരിച്ച് അവർ തിരഞ്ഞെത്തിയത് അതുലിനെയാണ്. അതുകൊണ്ട് തന്നെ വലിയ പരിക്കുകളില്ല എന്ന് പോലീസ് പറയുന്നു. ഒപ്പമുള്ളയാൾക്ക് വലിയ പരിക്കുകളില്ല എന്ന് പറയുന്നു. ആരാണൊപ്പം സഞ്ചരിച്ചത് എന്ന് ചോദ്യം ബാക്കിയാണ്. എന്തായാലും നേരത്തെ അന്തരീക്ഷം സൂചിപ്പിച്ചതുപോലെ വർഷങ്ങൾ നീണ്ട ഒരു ഗുണ്ടാപ്പകയുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കുന്നത്. 2024 ഈ ഗുണ്ടാപ്പകയൊക്കെ തുടങ്ങുന്നതെങ്കിൽ 2025 മാർച്ച് 27 നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ജിം സന്തോഷ് എന്ന കരുനാഗപ്പള്ളി സ്വദേശിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടതാണ്. അവിടെയാണ് ഈ കാര്യങ്ങൾ വലുതായി തുടങ്ങുന്നത്. അങ്ങനെ ഈ ജിം സന്തോഷ് എന്ന് പറയുന്ന വ്യക്തിയെ വീട്ടിലെത്തി തോട്ടയെറിഞ്ഞ് അമ്മയുടെ മുന്നിലിട്ടാണ് കൊലപ്പെടുത്തുന്നത്. ആ കൊലപാതകത്തിന് ശേഷം തന്നെ ഈ പ്രതികൾ അത് അലുവ അതുലിൻ്റെ സംഘത്തിൽപ്പെട്ട ആളുകളാണെന്ന് തിരിച്ചറിയുന്നു. അങ്ങനെ പോലീസ് അവർക്കായി വലിയ അന്വേഷണം നടത്തുന്നു. ഒടുവിൽ തമിഴ്നാട്ടിൽ നിന്നാണ് 21 ദിവസങ്ങൾക്ക് ശേഷം അവർ പിടിയിലാകുന്നത്. പിടിയിലായ ഘട്ടത്തിൽ തന്നെ കൃത്യമായി ഇത്തരത്തിൽ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഈ ഗുണ്ടാപ്പക ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു പ്രതികാരം ഉണ്ടാകുമെന്ന വിലയിരുത്തലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തടയാൻ കഴിയുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തടയാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, ഈ ദൃശ്യങ്ങളിൽ ഞാൻ നിൽക്കുന്ന സ്ഥലം
ദേശീയപാതയുടെ ഭാഗമാണ്, ആളുകൾ കൂടി നിൽക്കുന്ന ഭാഗമാണ്. തൊട്ട് രാഹുൽ, നമുക്ക് മറ്റൊന്ന് ഈ എതിർവശത്ത് ദേശീയപാത പണി നടക്കുന്നത് കൊണ്ട് തന്നെ ഗതാഗതം വലിയ ദുർഘടമാണ്. അതിനിടയിലാണ് ഈ പണി നടക്കുന്ന വളരെ ഇടുങ്ങിയ പാതയിലൂടെ ഭാഗികമായി ഗതാഗതം പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ വാഹനം നിർത്തി ഈ ഗുണ്ടകൾ അതിൽ നിന്ന് ഇറങ്ങുകയും അതിക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. പട്ടാപ്പകൽ ഇങ്ങനെ ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്ത ഈ അക്രമികൾ ഇനി ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക? തുടർന്ന് അലുവ സന്തോഷിന്റെ സംഘത്തിലുള്ളവർ തിരിച്ചും ആക്രമിക്കാനുള്ള സാധ്യത. ഇതിങ്ങനെ തുടർന്നാൽ ഈ ഗുണ്ടാ പക എന്ന് അവസാനിക്കുമെന്നതാണ് ചോദ്യം. തീർച്ചയായും അത് തന്നെയാണ് ചോദ്യം. കാരണം നമ്മളിപ്പോൾ തൊട്ടുമുമ്പ് ദൃശ്യങ്ങൾ കണ്ടത് CCTV ആണ്. ആ CCTVയുടെ സാന്നിധ്യമുണ്ട്. വലിയ പെട്രോൾ പമ്പാണ്, വീതി കുറഞ്ഞ റോഡാണ്. അപ്പോൾ ആരെങ്കിലും ഒന്ന് എത്തി വന്ന് തടയുമോ എന്ന് പോലും ചിന്തിക്കാതെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ കൊലപാതകം ചെയ്യുന്നത് അത് ആസൂത്രിതമായി ആണെങ്കിൽ ഈ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാതെ അത് ഏത് വിധേനയും ചെയ്യുക എന്ന തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധൈര്യം ഈ പ്രതികൾക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. കാരണം കൃത്യമായി ഇത്തരത്തിൽ ഒരു കൊലപാതകം നടക്കുന്നു, അതിനെ പിന്തുടർന്ന് മറ്റ് കൊലപാതകങ്ങളിലേക്ക് പോകുമോ എന്ന വിലയിരുത്തലൊക്കെ പോലീസിനാകാവുന്നതാണ്. അതിലേക്ക് അത് ചെറുക്കാൻ പോലും പ്രതിരോധിക്കാൻ പോലും കഴിയാതെ ഈ ഒരു സംഭവം ഉണ്ടാകാൻ തരത്തിലേക്ക്, അത് ഉണ്ടായ സ്ഥലം, ഉണ്ടായ രീതി തന്നെയാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. അതായത് വാഹനം നിർത്തിയിടുമ്പോൾ സ്വാഭാവികമായി നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തെ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടും. അപ്പോൾ സ്വാഭാവികമായി പോലീസിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവർ ഇടപെടും. അതൊന്നും വകവയ്ക്കാതെ ഏതാണ്ട് അത്രയധികം നിമിഷം നമ്മൾ CCTVയിൽ ചങ്കിടിപ്പോടെ അങ്കലാപ്പോടെ കണ്ടിരിക്കുന്ന അത്രയധികം നിമിഷങ്ങൾ ഇവിടെ അതിക്രമം നടന്നിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ആത്മവിശ്വാസത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ അവർ നിയമത്തെ എത്രമാത്രം ധൈര്യത്തോടെ വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ നിലനിൽക്കുന്നത്. ഇപ്പോഴും ആളുകൾ അങ്കലാപ്പിൽ തന്നെയാണുള്ളത്. എന്തായാലും ഇവിടെ കുറേയധികം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് കാത്തിരിപ്പുണ്ട് വാഹനത്തിനുള്ളിൽ. അതായത് എത്തി ഉടൻ തന്നെ വാഹനത്തിന് ചില്ലടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുന്നു, വടിവാള് കൊണ്ട് തകർക്കുന്നു. അത്രമാത്രം അക്രമാസക്തരായാണ് യുവാക്കളുടെ സംഘം എത്തിയിട്ടുള്ളത്. അവർ വാഹനത്തിൽ നിന്നിറങ്ങി ദേശീയപാതയ്ക്ക് സമീപത്ത് ഇത്തരത്തിൽ നിഷ്ഠൂരമായ ആക്രമണം നടത്തുന്ന സമയത്ത് വഴിപോക്കരൊക്കെ അതുവഴി പോകുന്നുണ്ട്. പക്ഷേ ഒരാൾക്കും ഇടപെടാൻ കഴിയാത്ത വിധം ആയുധങ്ങൾ കൊണ്ട് അതിക്രൂരമായ ആക്രമണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചാൽ ഈ വാഹനത്തിന് മനസ്സിലാക്കാൻ കഴിയും. പോലീസ് ഈ വാഹനത്തിനെ പിന്തുടർന്നു എന്നും നമുക്കൊരു വിവരമുണ്ടല്ലോ. അതേക്കുറിച്ച് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? ചോദ്യം ആവർത്തിക്കാമോ? ഈ വാഹനത്തെ പിന്തുടർന്ന് പോലീസ് CIയുടെ നേതൃത്വത്തിൽ വാഹനത്തെ പിന്തുടർന്ന് പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തുടക്കത്തിൽ. അത് സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ രാഹുൽ? മോത്തി, അതായത് അത്തരത്തിൽ സ്വീകരണമില്ലെങ്കിൽ പോലും ഇത് ചെയ്തവരെ സംബന്ധിച്ച്, പ്രതികളെ സംബന്ധിച്ച് പോലീസിന് കൃത്യമായ ധാരണയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇങ്ങനെ ധാരണ ഉണ്ടാകണമെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപിലേക്ക് പോകണം. അതാണ് ഞാൻ പറഞ്ഞത്, മാർച്ച് 27 എന്ന ദിവസം. ആ മാർച്ച് 27 എന്ന ദിവസത്തിലാണ് ഇതിൽ 12 അംഗ സംഘം, ഇപ്പോൾ കൊല്ലപ്പെട്ട അലുവ അതുലിന്റെ നേതൃത്വത്തിലുള്ള 12 അംഗ സംഘം അവിടേക്ക് എത്തുന്നു. അവിടേക്ക് എത്തിയ ശേഷം ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയ ശേഷം ഇവർ തിരികെ മടങ്ങുമ്പോൾ, അതായത് ആലുവ ഭാഗത്ത് എറണാകുളം ഭാഗത്തേക്ക് മടങ്ങുള്ള വവ്വാക്കാവിൽ വെച്ച് മറ്റൊരാളെ കൂടി അവർ ആക്രമിക്കുന്നുണ്ട്, അതിക്രമം കാട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അയാൾ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നില്ല. അപ്പോൾ അതിലുണ്ടായ വൈരാഗ്യമാണെന്നുള്ള സൂചനയാണ് നിലവിൽ പോലീസ് ലഭിക്കുന്നത് മനസ്സിലാക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നയാളായതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് പകയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഏറ്റവും അവസാനം ഒടുവിൽ ജാമ്യത്തിലിറങ്ങി, അതായത് പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിട്ട് ജാമ്യത്തിലേക്ക് ഇറങ്ങിയ ഘട്ടത്തിലാണ് ഈ ആക്രമണം നടക്കുന്നത്. അതും പോലീസ് സ്റ്റേഷൻ വലിയ ദൂരത്തല്ല എന്നുള്ളതും നമ്മളെ വലിയ ആശങ്കപ്പെടുത്തുന്നതാണ്. അപ്പോൾ എന്തായാലും പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. ആ വാഹനം ട്രേസ് ചെയ്ത് കൃത്യമായി പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ അവരെ പിടികൂടി എന്നതിൽ നമുക്കൊരു സ്ഥിരീകരണമില്ല. ആ സ്ഥിരീകരണം ഉടൻ തന്നെ വരും എന്നുള്ളത് തന്നെയാണ്. കാരണം പട്ടാപ്പകൽ ഇങ്ങനെ ആക്രമണം നടക്കുമ്പോൾ അത് എത്രമാത്രം ഈ പറയുന്നത് പോലെ കൃത്യമായി പിടികൂടുക എന്നുള്ള പോലീസിനുള്ള വെല്ലുവിളിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രമസമാധാന ലംഘനമാണ്, ഗുണ്ടകളുടെ വിളയാട്ടമാണ് കൊല്ലം കരുനാഗപ്പള്ളി മേഖലയിൽ ഇത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു. കായംകുളം, ഓച്ചിറ, ഹരിപ്പാട്, കരുനാഗപ്പള്ളി ആ മേഖലകളിൽ കേന്ദ്രീകരിച്ചുള്ള ഗുണ്ടാ സംഘങ്ങളുടെ വിളയാട്ടം പല നാളുകളായി നമ്മൾ വാർത്തകളിൽ നൽകിയിട്ടുള്ളതാണ്. ഈ ജിം സന്തോഷിന്റെ ആക്രമണവും കൊലപ്പെടുത്തലും ഒക്കെ നമ്മൾ കണ്ടതാണ്. വീട്ടിൽ കയറി അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് വെട്ടി കൊലപ്പെടുത്തിയത്. അതിലെ പക തീർക്കുകയായിരുന്നു ഈ സംഭവത്തിൽ നിന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കേസിലെ 1-ാം പ്രതിയാണ് അലുവ അതുൽ. ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് അലുവ അതുൽ വരുന്ന വിവരമൊക്കെ വളരെ കൃത്യമായി ഇവർക്ക് ലഭ്യമാകണമെങ്കിൽ ഇതിന് പിന്നിലും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവണം. പോലീസിന്റെ പങ്കുണ്ടോ എന്നതും അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു രാഹുൽ.
തീർച്ചയായും ചോദ്യങ്ങൾ അനവധിയാണ്. കാരണം കൃത്യമായി ആസൂത്രണം നടക്കണമെങ്കിൽ അതിന് രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ ലഭിക്കണം. അപ്പോൾ മുൻപും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഇത്തരത്തിലൊരു ആക്രമണ പരമ്പര നടക്കുമ്പോൾ അത് ആസൂത്രണം ചെയ്ത് മറ്റൊരാൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് ഒരാൾ നൽകുന്ന കൊട്ടേഷന്റെ ഭാഗമായാണ് ഈ അലുവ അതിൽ ഇവിടെ എത്തുന്നത്. അപ്പോൾ ആ എത്താൻ കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ട് പുലർച്ചെ 2:30-ക്ക് ജിം സന്തോഷിന്റെ വീട്ടിലേക്ക് എത്തുന്നു, കൊലപാതകം നടത്തുന്നു. എന്നിട്ട് 21 ദിവസം മറയിൽ നിൽക്കാൻ അല്ലെങ്കിൽ പോലീസ് പിടികൂടാത്ത തരത്തിൽ നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആസൂത്രണം അവിടെ നിന്ന് തുടങ്ങുകയാണ്. ഇപ്പോൾ നോക്കൂ, മോദി സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ഒരാൾ പുറത്തേക്ക് വരുമ്പോൾ ആ ദിവസം ഇതാണ്, കൃത്യമായി ഈ സ്ഥലത്തുണ്ടാകും, ഈ സ്ഥലത്ത് വെച്ച് തന്നെ ഈ പറയുന്നത് പോലെ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയുന്ന ഒരു ആത്മവിശ്വാസം, അതിന് ലഭിക്കേണ്ട വിവരം, ഇതെല്ലാം വലിയ ചോദ്യങ്ങളാണ് മുന്നിൽ വെക്കുന്നത്. ആര് വിവരം നൽകുന്നു എന്നുള്ള ചോദ്യമുണ്ട്. ഒപ്പം എങ്ങനെ ചെയ്യാൻ കഴിയുന്നു, ഈ പട്ടാപ്പകൽ ഇത്തരം ഒരു തിരക്കുള്ള സ്ഥലത്ത് വെച്ച് എങ്ങനെ ചെയ്യാൻ കഴിയുന്നു, പ്രതികൾക്ക് എങ്ങനെ ഇത്തരത്തിലുള്ള ആത്മവിശ്വാസം ലഭിക്കുന്നു എന്ന ചോദ്യമൊക്കെ വലിയ രീതിയിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നിരവധി ചോദ്യങ്ങളുണ്ട്. ഉത്തരം നൽകേണ്ടത് പോലീസാണ്. പോലീസിന്റെ ആദ്യ ഉത്തരം അത് പ്രതികളെ ഉടനടി പിടികൂടിക്കൊണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം ഉന്നയിക്കപ്പെടുന്നത്. കാരണം അത്രമാത്രം വലിയ ഗൗരവമുള്ള ഒരു കുറ്റകൃത്യമാണ്. അത് നടന്നിരിക്കുന്ന സ്ഥലം അതിലും ഏറെ പ്രസക്തി ഉള്ളതാണ്. അപ്പോൾ ആളുകൾക്ക് സ്വൈര്യവിഹാരം നടത്താൻ കഴിയില്ലേ എന്ന ചോദ്യവും ഭീതിയും പേടിയും എല്ലാം നടക്കുകയാണ്. മറ്റ് കാര്യം, പോലീസിന് എളുപ്പത്തിൽ ഇത് പോകാൻ കഴിയുന്നത് മുൻപത്തെ കേസുകളുമായി ബന്ധപ്പെട്ട് അവർക്ക് കൂട്ടിയിണക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ കൂട്ടിയിണക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രതിരോധം, അന്വേഷണത്തിലൂടെയുള്ളൊരു പ്രതിരോധം തീർക്കാൻ പോലീസിന് കഴിഞ്ഞില്ലേ എന്ന ചോദ്യമുണ്ട്. ഇനി പ്രതികളെ പിടികൂടിയാൽ തന്നെയും ഇതിൻ്റെ വഴി ഇതെങ്ങനെ എത്തി എന്നുള്ളതൊക്കെ പോലീസിന് പ്രവചിക്കാൻ കഴിയുന്നെങ്കിൽ അതെന്തുകൊണ്ട് മുൻകൂട്ടി അവർക്ക് തടുക്കാൻ കഴിഞ്ഞില്ല എന്ന വലിയ ചോദ്യമുണ്ട്. പ്രതികൾക്കെങ്ങനെ ഇത്തരമൊരു സ്ഥലത്ത് വെച്ച് കൊലപാതകം നടത്തി മടങ്ങാനുള്ളൊരു ആത്മവിശ്വാസം ലഭിക്കുന്നു എന്നുള്ളതും ഒരു വലിയ ക്രമസമാധാന പാലനത്തിൽ വലിയ വീഴ്ച വരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നതിന്റെ കാരണവും രാഹുൽ, പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ, പോലീസിന്റെ കൺമുന്നിൽ ആഭ്യന്തര സംവിധാനം നോക്കി നിൽക്കെ ഇത്തരത്തിൽ ദേശീയപാതയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടൊരു വാഹനം നിർത്തുന്നു, മറ്റൊരു വാഹനത്തെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം അതിലുണ്ടായിരുന്നയാളെ വെട്ടിക്കൊലപ്പെടുത്തുന്നു, ആഞ്ഞാഞ്ഞ് വെട്ടുകയാണ്. ഇതൊക്കെ കൺമുന്നിൽ, പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണിത് നടക്കുന്നത് എന്നതാണ് ആഭ്യന്തരം പരാജയമെന്ന് പറയാൻ തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഗുണ്ടാവിളയാട്ടം ഇത്രയും വർഷങ്ങളായിട്ടും നിയന്ത്രിക്കാൻ പോലീസിന് കഴിയുന്നില്ല എന്നതാണ്. വലിയ നാണക്കേടാണ് ആഭ്യന്തര വകുപ്പിന് ഇതോടെ ഉണ്ടായിരിക്കുന്നത്, അല്ലേ രാഹുൽ? മോത്തി അങ്ങനെ തന്നെയാണ്. കാരണം ആസൂത്രണം ചെയ്യാൻ അവർക്ക് കൃത്യമായ സമയം ലഭിക്കുന്നു. അല്ലെങ്കിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഇടപെട്ടിട്ടുണ്ടോ, ആരൊക്കെ കൊട്ടേഷൻ നൽകിയിട്ടുണ്ടോ അവരുടെ പേര് വിവരങ്ങൾ എടുക്കുക, അവരുടെ മുൻപുള്ള കേസുകൾ എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പ്രതികളെ പിടികൂടുമ്പോഴും ഏതാണ്ട് ഉറപ്പാണ് അവർക്ക് മുൻപും ഒരു ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാകും, അതിൽ നിരവധി കേസുകളുണ്ടാകും. അപ്പോൾ ഇവരെയൊക്കെ ഒരു കേസിന്റെ വിചാരണ കഴിഞ്ഞാൽ അവർക്ക് എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ മറ്റൊരു അതിക്രമം നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൽ ആരൊക്കെ ഇടപെടാൻ സാധ്യതയുണ്ട്. കാരണം 2025 മാർച്ച് 27 കൊലപാതകം നടക്കുമ്പോൾ അത് ആ ഒരു കൊലപാതകത്തിൽ ഒതുങ്ങും, അല്ലെങ്കിൽ അതിനുശേഷം നടക്കുന്ന സംഭവ വികാസങ്ങൾ അങ്ങനെ ഇല്ലാതാകുമെന്ന് പോലീസ് വിശ്വസിച്ചിരുന്നോ? അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊട്ടേഷൻ ഏറ്റെടുത്ത് ഒളിവിൽ കഴിഞ്ഞ് 21 ദിവസം കഴിഞ്ഞ് മാത്രം പോലീസിന്റെ പിടിയിലേക്ക് വരുന്നൊരു പ്രതി, ആ പ്രതിക്ക് മറ്റ് ഭീഷണികൾ ഇല്ലാതാകുമോ, അല്ലെങ്കിൽ കൊലപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർ ഭീഷണി മുഴക്കുമോ, ആക്രമണം നടത്തുമോ എന്നുള്ള ചോദ്യമൊക്കെ സാമാന്യ യുക്തിക്ക് തന്നെ മനസ്സിലാക്കുന്നതാണ്. ആ സാമാന്യ യുക്തിക്കപ്പുറത്തേക്ക് അവർക്ക്, അല്ലെങ്കിൽ ആ സാമാന്യ യുക്തിക്ക് അപ്പുറത്തേക്ക് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മളെ ആശങ്കയിലാക്കുന്നത്. അതാണ് ഈ ഇവിടെ കാണുന്നത്. കാരണം ഈ ഒരു പകപോക്കൽ, അല്ലെങ്കിൽ ഒരു വൈരാഗ്യം, ഒരു പ്രതികാരം അതൊക്കെ ഉണ്ടാകും എന്ന് ചിന്തിച്ചുകൊണ്ട് എത്തരത്തിൽ നടപടിയെടുക്കാൻ നമുക്ക് കഴിയണം, അല്ലെങ്കിൽ കഴിയേണ്ടിയിരുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം അനന്തകൃഷ്ണൻ നേരത്തെ പറയുമ്പോഴും സൂചിപ്പിക്കുമ്പോഴും ഇതിൽ അവസാനിക്കുമോ എന്നുള്ള സംശയമുണ്ട്. കാരണം ഇത് മറ്റൊരു കൊട്ടേഷനാണ്. അപ്പോൾ ആ കൊട്ടേഷൻ നൽകുമ്പോൾ ഇതെങ്ങനെ അവസാനിക്കും എന്നുള്ള സാധനം എന്നുള്ളൊരു പ്രധാന പ്രശ്നമുണ്ട്. മറ്റൊന്ന്, പോലീസ് സ്റ്റേഷനിൽ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെന്നോ, മറ്റാരെങ്കിലും ഇത് മൊബൈൽ ഫോണിൽ പകർത്തുമെന്നോ, ഈ കൊലപാതകികളുടെ ദൃശ്യങ്ങൾ എങ്ങനെയെങ്കിലും പുറത്തു വരുമെന്നോ അങ്ങനെ ഒന്നുമുള്ള ഭയം ഇവർക്കാർക്കും തോന്നുന്നില്ല എന്നതിൽ നിന്ന് തന്നെയാണ് ഇവർക്ക് ഈ ഇത്തരം നിയമ സംവിധാനങ്ങളിൽ ഭയമില്ല എന്നത് വ്യക്തമാക്കുന്നു രാഹുൽ. അത് തന്നെയാണ് ഈ കുറ്റകൃത്യം പുറത്തു വന്നപ്പോൾ നമ്മൾ ആദ്യം മംഗലാപ്പിലായത് ആ മനോഭാവം, ഈ കുറ്റവാളികളുടെ മനോഭാവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് തന്നെയാണ്. കാരണം അവർ ഈ കുറ്റകൃത്യം നടത്താൻ തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഏറ്റവും പ്രധാനമായും നമ്മളെ മനസ്സിൽ ആശങ്കയുണ്ടാക്കിയത്. പിന്നീടാണ് ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ എത്രമാത്രം തിരക്കുള്ള സ്ഥലമാണെന്ന് ബോധ്യപ്പെടുന്നു. വലിയ CCTV ക്യാമറകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തിരക്കുള്ളൊരു പെട്രോൾ പമ്പുണ്ട്. അപ്പോൾ തൊട്ട് അടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷനും നിലനിൽക്കുന്നത്. പുതിയ പോലീസ് സ്റ്റേഷനാണ്.
അപ്പോൾ അത്തരത്തിൽ മനസ്സിലാക്കുന്നത് ACPയുടെ ഉൾപ്പെടെ സ്റ്റേഷനും ഇത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു. അത്തരത്തിൽ ഓഫീസും ഇവിടെ എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രദേശത്ത് ഇത്തരത്തിൽ ചെയ്യാൻ കഴിയുന്നു, ഇത്തരത്തിൽ കുറ്റകൃത്യം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ദേശീയപാത